എനിക്കോ നിങ്ങൾക്കോ പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ സമാധാനം നൽകപ്പെട്ടത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 9-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ കാണുന്ന ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ടുള്ള ആരാധന ക്രമീകരണങ്ങളെയാണ് എബ്രായ ലേഖനകർത്താവ് വളരെ സവിസ്തരം എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ദൈവം മോശയ്ക്ക് കൊടുത്ത ആരാധന ചട്ടങ്ങൾ, അതിൻ്റെ പ്രമാണങ്ങൾ എന്താണെന്ന് വളരെ ലഘു വിവരണത്തിൽ എബ്രായ ലേഖനകർത്താവ് 9-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ ഭാഗത്തെ എന്തുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്? അവിടെ ആരാധനകളും അതിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ യഹോവയായ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ, അതിൻ്റെ ശ്രേഷ്ഠതയെ പുതിയ നിയമവിശ്വാസികൾക്ക് വരച്ചു കാട്ടുവാനാണ് പഴയ നിയമയാഗത്തെ പൗലോസ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ആ യാഗങ്ങൾ മുഴുവൻ 3 ഭാഗങ്ങളായിട്ട്, അതിൻ്റെ ആരംഭം മുതൽ 9-ാം അധ്യായം ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ മോശയ്ക്ക് കൊടുത്ത അതേ കാര്യങ്ങളൊന്നും വിട്ടുകളയാതെ അതിൻ്റെ ആരാധന, അതിൻ്റെ കൂടാരം ചമയ്ക്കും അനുഭവങ്ങൾ, കൂടാരം വേർതിരിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, അവിടെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ, അവിടെ നിവേദിക്കുന്ന യാഗവസ്തുക്കൾ, അവിടെ ചൊരിയുന്ന രക്തങ്ങൾ, അവിടെ ചെയ്യുന്ന കാർമ്മിക ആചാരങ്ങൾ, ഇതിനെല്ലാം അതുപോലെ തന്നെ പുതിയ നിയമസഭയിലേക്ക് എഴുത്തുകാരൻ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ അവിടെ അതെല്ലാം ചെയ്യുന്നെങ്കിലും പൂർണ്ണമായ ഒരു സമാധാനം, പൂർണ്ണമായ ഒരു പാപപരിഹാരം അല്ലെങ്കിൽ ഒരു നീതീകരണം ആ യാഗങ്ങൾ കൊണ്ട് ലഭ്യമാകുമില്ല എന്ന് ഇവിടെ സമർത്ഥിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പരിപൂർണമായ ഒരു സമാധാനം, നിർമ്മലമായ ദൈവമായിട്ടുള്ള ഒരു ബന്ധസ്ഥാപനം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അവിടെയുള്ള രക്തം, അവിടെയുള്ള കാർമ്മിക ആചാരങ്ങൾ, അവിടെയുള്ള മഹാപുരോഹിതന്റെ ശുശ്രൂഷകളൊക്കെയും താൽക്കാലിക പാപപരിഹാരമായിട്ട് നിൽക്കുമ്പോൾ, കൂടെ ചെയ്യുന്ന ഒരു കാർമ്മിക ശുശ്രൂഷയാകുമ്പോൾ, ഇവിടെ ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത രക്തം എന്നേക്കുമുള്ള ഒരു വലിയ വീണ്ടെടുപ്പ് പാപപരിഹാരം മാനവജനത്തിന് സമ്മാനിക്കുകയാണെന്നാണ് ഇവിടെ ലേഖനകർത്താവ് എഴുതി കാണിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒറ്റ വസ്തുത, അവിടെ ഒരുപാട് കാര്യങ്ങൾ പാപപരിഹാരത്തിനായിട്ട് പുരോഹിതൻ, അതിനോടനുബന്ധിച്ചുള്ള പാപപരിഹാര പ്രക്രിയകൾ, അവിടെ അറക്കപ്പെടുന്ന വിവിധ മൃഗങ്ങൾ, അവിടെ ചൊരിയപ്പെടുന്ന രക്തങ്ങൾ, അവിടെ തളിക്കപ്പെടുന്ന ശുദ്ധീകരണ നിയമങ്ങൾ, അവയൊക്കെ താൽക്കാലികമായിട്ടുള്ള കാർമ്മിക ആചാരങ്ങളാവുമ്പോൾ, ഇവിടെ യേശു കർത്താവ് എന്നേക്കുമായി ശ്രേഷ്ഠ മഹാപുരോഹിതനായി തൻ്റെ പാപമില്ലാത്ത രക്തം ഈ മുഴു ലോകത്തിന് വേണ്ടി ചൊരിഞ്ഞ അനന്തരം ആ രക്തവുമായിട്ട് വിശുദ്ധ സ്വർഗത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് പ്രവേശിക്കുക. അഥവാ പ്രവേശിച്ചാൽ തന്നെ തന്നിലൊരു കുറ്റമുണ്ടെങ്കിൽ തനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവ് കുറ്റമില്ലാതിരിക്കെ സകല കുറ്റങ്ങളും സ്വന്തമായിട്ട് വഹിച്ച് കർത്താവ് എന്നേക്കുമായി ആ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നതുപോലെ നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക്, സ്വർഗമാണ് ഏറ്റവും അതിപരിശുദ്ധ സ്ഥലം. സ്വർഗത്തെ പോലെ മറ്റൊരു സ്ഥലം, പരിശുദ്ധമായ സ്ഥലമില്ല. സ്വർഗമാണ് ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധനായ ദൈവം അധിവസിക്കുന്ന സ്ഥലം. അവിടേക്ക് പ്രവേശിച്ച ഏക മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വാസ്തവമാണ്, കർമാരാധനകൾക്കോ മറ്റേതെങ്കിലും പ്രായോഗികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കൊന്നും ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ പാപക്ഷമയോ പാപത്തിൽ നിന്നുള്ള മോചനമോ ഒന്നും കൊടുക്കുവാൻ കഴിയത്തില്ല എന്നും, ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ എല്ലാ മനുഷ്യർക്കും പാപമോചനം ലഭിക്കുകയുള്ളൂ എന്നുള്ള യഥാർത്ഥ സന്ദേശമാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലേഖനങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, കർത്താവ് നമുക്ക് വേണ്ടി നൽകിയ ആ സ്നേഹം, ആ ജീവൻ നമുക്ക് ധ്യാനിപ്പാനായിട്ട് കഴിയണം. അതാണ് ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ ഒരു ഉപദേശ തിരുത്തൂടെ പറയുകയാണ്, എബ്രായ വിശ്വാസികളെ,
നിങ്ങൾ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, കർമ്മങ്ങളെ, മഹാപുരോഹിതന്മാരെയൊക്കെ നിങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ അതൊക്കെ നിഷ്പ്രയോജനമാണ്. അതൊന്നും ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ സമാധാനം കൊടുത്തിരുന്നില്ല. എനിക്കോ നിങ്ങൾക്കോ പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ സമാധാനം നൽകപ്പെട്ടത് സാക്ഷാൽ മഹാപുരോഹിതനായ ക്രിസ്തുവും അവിടുന്ന് ചൊരിഞ്ഞ ജീവനുള്ള രക്തവുമാണ് എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ആ സത്യം എബ്രായ സഭയെ പഠിപ്പിക്കുകയാണ്. ആ സത്യം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞല്ലോ. നമുക്കും അറിയാം, എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനോ എനിക്ക് വേണ്ടി ചമയപ്പെട്ട മന്ദിരങ്ങളോ ഒന്നുമല്ല, പ്രാകാരമോ അതിപരിശുദ്ധ സ്ഥലമോ വിശുദ്ധ സ്ഥലമോ ഒന്നുമല്ല എന്നെ ദൈവത്തോട് നിരപ്പിച്ചത്. എനിക്ക് വേണ്ടി ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത രക്തവും അവിടുന്ന് എന്നോട് കാണിച്ച സ്നേഹവുമാണ് എന്നെ സ്വർഗത്തോട് നിരപ്പാക്കിയെന്നുള്ള ആ വലിയ സ്നേഹം, ആ വലിയ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.